പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശു മഗ്ദല മറിയത്തിന് പ്രത്യക്ഷനാകും. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 18 വരെ വായിക്കുമ്പോഴും മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെ ധ്യാനിക്കുമ്പോഴും കാണുവാൻ കഴിയുന്നത് പാപം ചെയ്ത, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച മറിയത്തിന് യേശു ക്രിസ്തു ഒന്നാമത് പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ മറിയം കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിൻ്റെ ശരീരം കിടന്നിരുന്നിടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുവൻ തലയ്ക്കലും ഒരുവൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തു കൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്നവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോട്ട് തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു. യേശു അന്ന് അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ യജമാനനെ, നീ അവനെ എടുത്തു കൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തു കൊണ്ടുപോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവളോട്, മറിയേ എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷ റബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. മഗ്ദലക്കാരി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറയുന്നുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു. മഗ്ദലക്കാരത്തി മറിയ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ കുറിച്ച് യേശുവിൻ്റെ സഹോദരന്മാരായിരിക്കുന്ന ശിഷ്യന്മാർക്ക് അടുക്കൽ ചെന്ന് യേശു ഉയർത്തെഴുന്നേറ്റുവെന്നും യേശുവിനെ കണ്ടുവെന്നും യേശുവിനോട് സംസാരിച്ചുവെന്നും വ്യക്തമായിട്ട് പറയുവാൻ കഴിവ് കൊടുത്തത് ഈ കർത്താവായ യേശു ക്രിസ്തുവാണ്. പാപത്തിൻ്റെ അന്ധകാരത്തിൻ്റെ പിടിയിൽപ്പെട്ട് ജീവിതം നാശമായി മഗ്ദലക്കാരത്തി മറിയം, അവളുടെ ജീവിതം പണ്ടേ നശിച്ചു പോകുമായിരുന്നു. അവൾ യേശുവിനെ കണ്ടപ്പോൾ, യേശു അവളെ കണ്ടപ്പോൾ, യേശു അവളുമായി സംസാരിച്ചപ്പോൾ